ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഓരോന്നിനെ 6 പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാനൊരു 1.25 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിന് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിന് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. മാവിൽ കട്ടയൊന്നും പാടില്ല. അപ്പോൾ നിങ്ങൾ കലക്കണ നേരത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാവൂ. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗവും കൂടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ആ പഴത്തിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.